ഹലോ, സ്ട്രെയിറ്റ് ലൈൻ ബീഡ് ഇടുന്നതിനെക്കുറിച്ചുള്ള ആർക്ക് സ്ട്രൈക്കിങ്ങും നിലനിർത്തലും സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഈ സെഷനോട് കൂടി ആരംഭിക്കാം. നമുക്ക് ഇപ്പോൾ ഈ സെഷനിലെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനത്തോടെ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും. ഒരു ആർക്ക് വെൽഡിംഗ് പ്ലാന്റ് ക്രമീകരിച്ച് പ്രവർത്തിപ്പിക്കാൻ, ആർക്കുകളുടെ സ്ട്രൈക്കിംഗ് മെത്തേഡുകൾ തിരിച്ചറിയാൻ, വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഇലക്ട്രോഡുകൾക്ക് വെൽഡിംഗ് കറണ്ട് ക്രമീകരിക്കാൻ, സ്ക്രാച്ചിങ്ങും ടാപ്പിംഗ് മെത്തേഡിലൂടെ ആർക്ക് സ്ട്രൈക്ക് ചെയ്യാനും നിലനിർത്താനും, സ്ട്രെയിറ്റ് വെൽഡ് ബീഡുകൾ ഒരുപോലെ ഡെപ്പോസിറ്റ് ചെയ്ത് ഫാൾട്ടുകൾ പരിശോധിക്കാൻ. ഈ പ്രവർത്തനത്തിന് വെൽഡിംഗ് ട്രാൻസ്ഫോമറുകളോടൊപ്പം വേണ്ട ടൂളുകളും ആക്സസറികളും നോക്കാം. വെൽഡിംഗ് ഹാൻഡ് സ്ക്രീൻ അഥവാ വെൽഡിംഗ് ഹെൽമെറ്റ്, ടോങ്സ്, ചിപ്പിംഗ് ഹാമർ, വയർ ബ്രഷ്, അനുയോജ്യമായ PPE. നമുക്കിനി എങ്ങനെ ഒരു ആർക്ക് സ്ട്രൈക്ക് ചെയ്യാമെന്ന് പഠിക്കാം. ആർക്ക് വെൽഡിങ്ങിലൊരു അടിസ്ഥാന പ്രവർത്തനമാണ് ആർക്ക് സ്ട്രൈക്കിംഗ്. ആർക്ക് വെൽഡിങ്ങിൽ പഠിക്കേണ്ട വളരെ അത്യാവശ്യമായൊരു ബേസിക് സ്കിൽ ആണ് ഇത്. പവർ സോഴ്സ്, കണക്റ്റിംഗ് കേബിളുകളും എർത്തിങ്ങും പരിശോധിക്കുക. മെറ്റീരിയലിൻ്റെ സൈസും ബേസ് മെറ്റീരിയലും അനുസരിച്ച് അനുയോജ്യമായ ഇലക്ട്രോഡും വെൽഡിംഗ് കറണ്ടും ക്രമീകരിക്കുക. ഒരു സ്ക്രാപ്പ് വർക്ക് പീസിൽ ഒരു ട്രയൽ വെൽഡ് ചെയ്യുക. ജോബ് പീസിൻ്റെ ഒരറ്റത്ത് സർഫേസിന് പെർപെൻഡിക്കുലർ ആയി ഏകദേശം 25 mm മുകളിലായി ഇലക്ട്രോഡ് പിടിക്കുക. നിങ്ങളുടെ കണ്ണുകൾക്ക് മുൻപിലായി വെൽഡിംഗ് സ്ക്രീൻ കൊണ്ടുവരിക. വെൽഡിംഗ് ജോബിലുടനീളം ഇലക്ട്രോഡ് പെട്ടെന്നും മൃദുവായും ഡ്രാഗ് ചെയ്തുകൊണ്ട് റിസ്റ്റ് മാത്രം ചലിപ്പിച്ചുകൊണ്ട് ആർക്ക് സ്ട്രൈക്ക് ചെയ്യുക. കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് ഇലക്ട്രോഡ് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 6 mm പിൻവലിക്കുക. തുടർന്ന് അതിനെ ഏകദേശം 4 mm അകലമായി കുറയ്ക്കുക. ഇനി നമുക്ക് ഒരു ആർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ മെത്തേഡുകൾ പഠിക്കാം. 2 മെത്തേഡുകളാണ് ഇതിനുള്ളത്, ടാപ്പ് മെത്തേഡ്, സ്ക്രാച്ച് മെത്തേഡ്. ഇനി നമുക്ക് ഈ മെത്തേഡുകളെ വിശദമായി പഠിക്കാം. ആദ്യം നമുക്ക് ടാപ്പ് മെത്തേഡിനെ കുറിച്ച് പഠിക്കാം. ടാപ്പ് മെത്തേഡിൽ ജോബിൻ്റെ ഒരു ആംഗിളിൽ വെർട്ടിക്കൽ പൊസിഷനിൽ ഇലക്ട്രോഡ് പിടിക്കുകയും വർക്ക് സർഫേസിൽ ടാപ്പിംഗ് അഥവാ ബൗൺസിങ്ങിലൂടെ ആർക്ക് ആരംഭിക്കുകയും തുടർന്ന് ഇലക്ട്രോഡിൻ്റെ വ്യാസത്തിന് തുല്യമായ അകലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് സ്ക്രാച്ച് മെത്തേഡിനെ കുറിച്ച് പഠിക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ സ്ക്രാച്ച് മെത്തേഡിൽ നിങ്ങൾ തീപ്പെട്ടിക്കമ്പ് കൊണ്ട് ഉരയ്ക്കുന്നത് പോലെ ഇലക്ട്രോഡ് ഒരു ആംഗിളിൽ ചരിഞ്ഞിരിക്കുന്ന പ്ലേറ്റിന് കുറുകെ ചലിപ്പിക്കുന്നു. ഇലക്ട്രോഡ് പ്ലേറ്റിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു ആർക്ക് അടിക്കപ്പെടുന്നു. നമുക്കിപ്പോൾ ഈ അറിവ് ഉപയോഗിച്ച് ആർക്കുകൾ സ്ട്രൈക്ക് ചെയ്യാനും പരിപാലിക്കാനും പഠിക്കാം. 2 പ്രധാന സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രവർത്തനം. സ്റ്റെപ്പ് 1 ജോബ് തയ്യാറാക്കൽ, സ്റ്റെപ്പ് 2 ആർക്കുകൾ സ്ട്രൈക്ക് ചെയ്യൽ. ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പുകളും വിശദമായി പഠിക്കാം. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയലിൻ്റെ സൈസ് പരിശോധിക്കുക. ആവശ്യമായ സൈസിൽ അടയാളപ്പെടുത്തി ഫയൽ ചെയ്യുക. മെറ്റൽ സർഫേസിൽ ഓയിലോ ഗ്രീസോ ഉണ്ടെങ്കിൽ സ്റ്റീൽ വയർ ബ്രഷ് കൊണ്ട് വൃത്തിയാക്കുക. അനുയോജ്യമായ PPE ധരിക്കുക. ആർക്കുകളുടെ സ്ട്രൈക്കിംഗ് നടത്തുകയാണ് അടുത്ത സ്റ്റെപ്പ്. ആവശ്യാനുസരണം ഹോൾഡറിൽ ഡയമീറ്റർ 4 mm MS ഇലക്ട്രോഡ് സ്ഥാപിക്കുക. ആവശ്യാനുസരണം വെൽഡിംഗ് കറന്റ് അതായത് ആംബറേജ് സ്ഥാപിക്കുക. വെൽഡിംഗ് ട്രാൻസ്ഫോമർ സ്വിച്ച് ഓൺ ചെയ്യുക. സ്ക്രാച്ചിംഗ് മെത്തേഡിലൂടെ ആർക്ക് സ്ട്രൈക്ക് ചെയ്ത് നിലനിർത്തുക. നിങ്ങൾ തീപ്പെട്ടി കമ്പ് കൊണ്ട് ഉരയ്ക്കുന്നത് പോലെ ഇലക്ട്രോഡ് ഒരു ആംഗിളിൽ ചരിഞ്ഞിരിക്കുന്ന പ്ലേറ്റിന് കുറുകെ ചലിക്കുന്നു. ഇലക്ട്രോഡ് പ്ലേറ്റിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഒരു ആർക്ക് അടിക്കപ്പെടുന്നു.
കുറഞ്ഞ അകലത്തിൽ ഒരു ശരിയായ ആർക്ക് പിടിക്കുകയും ഇലക്ട്രോഡ് മുകളിലേക്ക് പെട്ടെന്ന് വലിച്ചുകൊണ്ട് ബ്രേക്ക് വരുത്തുകയും ചെയ്യുക. ആർക്ക് വെൽഡിങ്ങിലൂടെ എങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ ഇടാം എന്ന് പഠിക്കാം. 2 പ്രധാന സ്റ്റെപ്പുകൾ അടങ്ങുന്നതാണ് ഈ പ്രവർത്തനം. സ്റ്റെപ്പ് 1 ജോബ് തയ്യാറാക്കൽ. സ്റ്റെപ്പ് 2 സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ ഇടാനുള്ള സ്ട്രൈക്കിംഗ് ആർക്കുകൾ. ഇനി നമുക്ക് ഈ സ്റ്റെപ്പുകൾ ഓരോന്നും വിശദമായി പഠിക്കാം. ആദ്യം വെൽഡിങ്ങിനായി വർക്ക് പീസ് തയ്യാറാക്കാം. അനുയോജ്യമായ PPEകൾ ധരിക്കുക. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയലിൻ്റെ സൈസ് പരിശോധിക്കുക. ഡ്രോയിങ് അനുസരിച്ച് അടയാളപ്പെടുത്തി ഫയൽ ചെയ്ത് സൈസ് ആക്കുക. ഡ്രോയിങ് അനുസരിച്ച് ബീഡ് പൊസിഷൻ അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ബീഡുകൾ ഇടുന്നതിനായുള്ള ആർക്ക് അടിക്കുന്നതിലേക്ക് കടക്കാം. വെൽഡിംഗ് ടേബിളിൽ ഫ്ലാറ്റ് പൊസിഷനിൽ വർക്ക് പീസ് സജ്ജമാക്കുക. ആർക്ക് വെൽഡിംഗ് പ്ലാന്റ് സജ്ജമാക്കി വെൽഡിംഗ് കേബിളുകൾ ബന്ധിപ്പിക്കുക. ഡയമീറ്റർ 4 mm MS ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് ഹോൾഡറിൽ സ്ഥാപിക്കുക. വെൽഡിംഗ് മെഷീനിൽ 140 to 150 ആംപിയേഴ്സ് വെൽഡിംഗ് കറണ്ട് സ്ഥാപിക്കുക. ട്രയലിനായി ഒരു സ്ക്രാപ്പ് പീസിൽ ഒരു ആർക്ക് അടിച്ച് നിലവിലെ സെറ്റിംഗ് നിരീക്ഷിക്കുക. ജോബ് പീസിൻ്റെ ഒരു വശത്ത് ആർക്ക് അടിച്ച് ഒരു യൂണിഫോം സാധാരണ ഷോർട്ട് ആർക്ക് നിലനിർത്തുക. ഇലക്ട്രോഡ് ഒരു നേർരേഖയിൽ നീക്കി പ്ലേറ്റിൻ്റെ മറ്റേ അറ്റത്ത് ബീഡ് പൂർത്തിയാക്കുക. വെൽഡിംഗ് സമയത്ത് ഇലക്ട്രോഡിൻ്റെ ശരിയായ ആംഗിൾ 70 ഡിഗ്രി to 80 ഡിഗ്രി ആയി നിലനിർത്തുക. ആർക്ക് ലെങ്ത് സ്ഥിരമായി ഒരു ഷാർപ്പ് ക്രാക്ലിംഗ് ശബ്ദം പുറപ്പെടുവിക്കുന്നു. ട്രാവൽ സ്പീഡ് മിനിറ്റിൽ ഏകദേശം 150 mm. വെൽഡ് ബീഡിൽ നിന്നും സ്ലാഗ് നീക്കി പരിശോധിക്കുന്നത്. യൂണിഫോം വിഡ്ത്തിനും ഹൈറ്റിനും സ്ലാഗ് ഉൾപ്പെടുത്തുന്നു. ഫ്യൂഷൻ്റെ നോർമൽ ഡെപ്ത്. സ്ട്രൈറ്റ്നെസ്. നല്ല ഫലങ്ങൾ കിട്ടുന്നത് വരെ എക്സർസൈസ് ആവർത്തിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതിനെക്കുറിച്ചും ചെയ്യരുതാത്തതിനെക്കുറിച്ചും പഠിക്കാം. അനുയോജ്യമായ PPE ധരിക്കുക. ഇലക്ട്രോഡ് ഹോൾഡർ ജോകൾ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കുക. പവർ സോഴ്സ് DC ആണെങ്കിൽ നെഗറ്റീവ് സ്ട്രെയിറ്റ് പൊളാരിറ്റി കൊണ്ട് ഇലക്ട്രോഡ് ബന്ധിപ്പിക്കുക. മോശമായ കണക്ഷനുകൾക്ക് സാധ്യതയുള്ളതിനാൽ വർക്ക് പീസിലെ ഡേർട്ട് അഥവാ റസ്റ്റ് വൃത്തിയാക്കുക. ഡാമേജും ലൂസ് കണക്ഷനും അറിയാൻ കേബിളുകൾ പരിശോധിക്കുക. എർത്ത് ക്ലാമ്പ് ശരിക്കാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് പരിശോധിക്കുക. ബെയർ എൻഡിൽ നിന്നും ഹോൾഡറിൽ ഇലക്ട്രോഡ് മുറുകെ പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ആർക്ക് വെൽഡിംഗ് സമയത്ത് യോജിച്ച നിറമുള്ള ഗ്ലാസുകൾ ഘടിപ്പിച്ച വെൽഡിംഗ് സ്ക്രീൻ ഉപയോഗിക്കുക. ശരിയായ ആർക്ക് ബേണിംഗ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. അത് സ്റ്റഡിയും ഷാർപ്പും ക്രാക്ലിംഗുമായ സൗണ്ട് തരുന്നു. ഇലക്ട്രോഡ് ഫ്രീസ് ചെയ്യാതെ ഓരോ തവണയും ആർക്ക് സ്ട്രൈക്ക് ചെന്നതുവരെ എക്സർസൈസ് ആവർത്തിക്കുക. ഇലക്ട്രോഡ് പ്ലേറ്റിലേക്ക് ഫ്രീസ് ആയാൽ റിസ്റ്റിൻ്റെ പെട്ടെന്നുള്ള ട്വിസ്റ്റിലൂടെ ഓവർഹീറ്റിംഗ് അഥവാ സ്പോയിലിംഗിൽ നിന്നും അത് സ്വതന്ത്രമാക്കണം. വിഷ്വൽ ഇൻസ്പെക്ഷനിലൂടെ ബീഡ് ക്വാളിറ്റിയും വെൽഡ് ഡിഫക്റ്റുകളും പരിശോധിക്കുക. പുനരാഖ്യാനത്തിന് നമ്മൾ പഠിച്ചത്: ഒരാർക്ക് വെൽഡിംഗ് പ്ലാന്റ് സജ്ജമാക്കി പ്രവർത്തിപ്പിക്കാൻ, ആർക്കുകളുടെ സ്ട്രൈക്കിംഗ് മെത്തേഡുകൾ തിരിച്ചറിയാൻ, വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഇലക്ട്രോഡുകൾക്ക് വെൽഡിംഗ് കറണ്ട് സജ്ജമാക്കാൻ, സ്ക്രാച്ചിങ്ങും ടാപ്പിംഗ് മെത്തേഡിലൂടെ ആർക്ക് സ്ട്രൈക്ക് ചെയ്യാനും നിലനിർത്താനും, സ്ട്രെയിറ്റ് വെൽഡ് ബീഡുകൾ ഒരുപോലെ ഡെപ്പോസിറ്റ് ചെയ്ത് തകരാറുകൾ പരിശോധിക്കാൻ. അങ്ങനെ ഇത്രയുമാണ് സ്ട്രെയിറ്റ് ലൈൻ ബീഡ് ഇടുന്നതിനായുള്ള ആർക്ക് സ്ട്രൈക്കിങ്ങും നിലനിർത്തലിനെയും കുറിച്ചുള്ളത്.
എല്ലാ ആശയങ്ങളും പരിശീലനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത സെഷനിൽ കാണാം.